എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2005 ബാച്ചിൽ പാസ് ഔട്ടായ ഷൈൻ ചേട്ടനാണ്. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 2005 ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയതിനു ശേഷം DC തൃശ്ശൂരിൽ വെച്ച് എംടെക് എടുക്കുകയായിരുന്നു. ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് PhD എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ്. പിന്നീട് പല കോളേജുകളിലായിട്ട് വളരെ നല്ലൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഈ ഷൈൻ ചേട്ടൻ നമ്മളെ കൂടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കരിയർ ഗൈഡൻസ് ഇൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കിലാണ്. അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഷൈൻ ചേട്ടനിലേക്ക് എടുക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോ എല്ലാവരും എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഞാൻ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡാണ്. അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ ഞാൻ പോളിടെക്നിക് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്നെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം എനിക്ക് പറയാനുള്ളത് എന്നെ പഠിപ്പിച്ച അധ്യാപകരെയും അതുപോലെ തന്നെ ഞാൻ പഠിച്ച കോളേജിനെ കുറിച്ചാണ്. ഞാൻ GEC തൃശ്ശൂർ കോഴിക്കോടാണ് പഠിച്ചത്. എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ബിടെക് കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി എൻ്റെ വീട് തിരുവനന്തപുരമാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോട് GECയിലാണ്. അപ്പോൾ +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി പണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ 2001 എൻട്രൻസിൽ കുറച്ച് ഡിലേ വരും. അതായത് അഡ്മിഷനൊക്കെ ആകുമ്പം നവംബർ ഡിസംബർ ആ കാലഘട്ടമൊക്കെ ആവും. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ BSc കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിലുള്ള കാലഘട്ടം. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി, അഡ്മിഷൻ കിട്ടി. അവിടെ മെക്കാനിക്കൽ ഞാൻ പഠിക്കാൻ വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ മെക്കാനിക്കൽ എടുക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് കാലം മുതലേ എൻ്റെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. അതായത് ഇപ്പം ബാംഗ്ലൂർ അങ്ങനെ അവിടെയൊക്കെ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ അവധി കാലഘട്ടങ്ങളിലും അതുപോലെ വെക്കേഷൻ സമയത്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമായിരുന്നു ട്രെയിനിൽ. അപ്പൊ ആ സമയത്തൊക്കെ അതായത് 3ാം ക്ലാസ് 4ാം ക്ലാസ് 6ാം ക്ലാസ് ആ കാലഘട്ടത്തിലൊക്കെ ട്രെയിനിൽ ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ലോക്കോ പൈലറ്റ് ആകുക, അതായത് ട്രെയിനിന്റെ ഡ്രൈവർ ആകുക എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ അതുമായി നമ്മൾ അതാകണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ മെക്കാനിക്കൽ പഠിക്കണം അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പഠിക്കണം എന്ന് പണ്ടേ എനിക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ സാറന്മാരടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അന്നേ അവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതനുസരിച്ച് +2 എഞ്ചിനീയറിംഗ് എഴുതി. ഞാൻ സയൻസ് ഗ്രൂപ്പാണ് പഠിച്ചത്, പക്ഷേ +2 എഞ്ചിനീയറിംഗ് എഴുതി. അവിടെ നിന്നാണ് ഞാൻ GEC കോഴിക്കോട് എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടേക്ക് വരുന്നത് 4 വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലഘട്ടമായിരുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതും. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ GEC കോഴിക്കോട് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ വലിയ ബിൽഡിംഗ് ഒന്നും അല്ല, ചെറിയ, അതായത് പോളിടെക്നിക് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് KGPT പോളിടെക്നിക്കിന്റെ ഹോസ്റ്റൽ ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ ക്ലാസ് റൂമുകൾ. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്, ഞങ്ങൾ 3ാമത്തെ ബാച്ച് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അവിടെ അവിടെ നമ്മുടെ ഗ്രില്ലൊക്കെ ഇട്ട് ഷീറ്റൊക്കെ ഇട്ട റൂമുകൾ കാണാം. അതൊക്കെ ഇപ്പൊ ഒരുപക്ഷെ ലാബായിരിക്കും. അപ്പൊ ആ റൂമുകളിലാണ് ഞങ്ങൾ 4 കൊല്ലവും പഠിച്ചത്. അതിനുശേഷം അവിടെ 1 കൊല്ലം മെയിൻ പഴയ ബ്ലോക്കിലായിരുന്നു. അതിന് ശേഷം 3 കൊല്ലം പഠിച്ചത് ഈ ഷീറ്റിട്ട റൂമുകളിലാണ്. അടുത്തടുത്ത ക്ലാസ്സുകൾ, അതായത് മെക്കാനിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ, അതുപോലെ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഈ അടുത്തടുത്ത ക്ലാസ്സുകളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആ ഷീറ്റിട്ട ക്ലാസ്സുകൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ എന്തുമാത്രം ദുസ്സഹനീയമായ അവസ്ഥയായിരിക്കും അവിടെ ചൂട് കാലഘട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ. എങ്കിൽ പോലും നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കയറുകയും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പഠിക്കാനുള്ള അവസരം നമ്മൾ വിനിയോഗിക്കുകയും, അതോടൊപ്പം തന്നെ ലാബ് സൗകര്യം നമുക്ക് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ പോളിടെക്നിക്കിലെ റെഗുലർ ടൈം കഴിഞ്ഞ ശേഷം ഈവനിങ്ങിലാണ് ഞങ്ങൾ പോയി. ഈവനിങ് എന്ന് പറയുന്നത് 4:30 മുതൽ 9:30 വരെയുള്ള ടൈമിലാണ് നമ്മൾ പോയി എല്ലാ ദിവസവും പ്രാക്ടിക്കൽ പോയി ചെയ്യുന്നത്. അത് S6 വരെ അവിടെ തന്നെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ കാലഘട്ടം. പിന്നെ ഹോസ്റ്റൽ ഇല്ലായിരുന്നു സ്വന്തമായിട്ട്. അപ്പം പ്രൈവറ്റ് ഹോസ്റ്റൽ, അവിടെ ഫുഡ് ഇല്ലായിരുന്നു, ഫുഡ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ കാലഘട്ടം. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന കാലഘട്ടവും അത് തന്നെയാണ്. ഒരുപാട് പഠിക്കാനും പറ്റി, നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായി, അധ്യാപകർ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ഈ എഞ്ചിനീയറിംഗ് കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഞാനുമായി വലിയൊരു അടുപ്പം എഞ്ചിനീയറിംഗ് കോളേജ് GC കോഴിക്കോടിനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോപ്പുലറിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ പഠിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ചെയ്തത്, കരിയർ ഗൈഡൻസിലേക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ KSRTC സെൻട്രൽ വർക്ക്ഷോപ്പ് പാപ്പനംകോട് ഞാൻ അൺപെയ്ഡ് അപ്രന്റീസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അൺപെയ്ഡ് അപ്രന്റീസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പൈസ കിട്ടില്ല, നമ്മൾ പോയി ട്രെയിനിങ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി അവിടെ ജോലി ചെയ്യുക. അപ്പോൾ അങ്ങനെ അൺപെയ്ഡ് അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തു. അൺപെയ്ഡ് അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഇത് എന്റെ ബയോഡേറ്റിൽ കാണിച്ചിട്ടാണ് ഞാൻ ഒരു 2 വീലർ ആൻഡ് 3 വീലർ സർവീസ് സെന്ററിൽ വർക്ക്സ് മാനേജറായിട്ട് കയറിയിരുന്നു. അതൊരു 7-8 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോപ്പുലർ, അതിന്റെ എക്സ്പീരിയൻസ് കാണിച്ചിട്ടാണ് ഞാൻ പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ് ലിമിറ്റഡിൽ ഞാൻ സർവീസ് എഞ്ചിനീയർ ആയിട്ട് ആദ്യം കയറുന്നത്. അവിടെ ഒരു 9 മാസത്തോളം വർക്ക് ചെയ്തു. ആ സമയത്ത് നിങ്ങൾക്കറിയാം വളരെ കഷ്ടപ്പാടാണ് സർവീസ് സെന്റർ അല്ലെങ്കിൽ സർവീസ് ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി, അതുപോലെ തന്നെ വളരെ വിശ്രമം വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ വളരെ ടെൻഷനാണ്, കസ്റ്റമറെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്റെ പ്ലാറ്റ്ഫോം, അതായത് ഞാൻ നിൽക്കുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് ബിടെക് കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. +2 സ്റ്റുഡൻസിന് മാത്സും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഗ്രാഫിക്സ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ട്യൂഷൻ എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എംടെക്കിലേക്ക്, അതായത് പോപ്പുലറിൽ നിന്നിട്ടാണ് ഞാൻ എംടെക്കിൽ അഡ്മിഷൻ എടുക്കുന്നത്. അതായത് എംടെക്കിന് അപ്ലൈ ചെയ്തു. അങ്ങനെ GC തൃശ്ശൂർ പഠിക്കാൻ അവസരം കിട്ടി. 2 വർഷം അവിടെ പഠിച്ചു. 2008 പാസ് ഔട്ടാണ് GC തൃശ്ശൂർ. അപ്പൊ GC തൃശ്ശൂർ പഠിച്ചതും അതുപോലെ തന്നെ നമ്മൾ ട്യൂഷനൊക്കെ എടുത്താണ് ഒരുപാട് പഠിക്കാനുള്ള ചിലവൊക്കെ, അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയത്, പുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതൊക്കെ ട്യൂഷൻ എടുത്തിട്ടാണ്. ട്യൂഷൻ ഒരുപാട് എടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ എന്റെ ലൈഫ് എന്ന് പറയുന്നത്, കരിയർ എന്ന് പറയുന്നത്, അതായത് എംടെക് നമ്മൾ അടുത്ത ഹയർ, ബിടെക്കിൽ നിന്ന് അടുത്ത ഹയറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ റിസർച്ച് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ്. മെയിൻ ആയിട്ട് ടീച്ചിങ് ഫീൽഡിലാണ് നമുക്ക് ഹോപ്പ് ഉള്ളത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്തോറും. അപ്പൊ അങ്ങനെ ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നു. അവിടെ നിന്ന് 5 വർഷത്തോളം സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്ക്, അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ഗവൺമെന്റ് സർവീസിൽ ടെസ്റ്റുകൾ എഴുതുമായിരുന്നു. കേരള PSC സർവീസിൽ PSC ടെസ്റ്റുകളൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ ഞാനെന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ലോവസ്റ്റ് ക്വാളിഫിക്കേഷൻ SSLC-യിലാണെങ്കിൽ പോലും ആ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബിന് എല്ലാം ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു അന്ന്. അതുപോലെ തന്നെ പരീക്ഷ എഴുതുമായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതുകയിൽ നമ്മുടെ ഡിപ്ലോമ ബേസ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ് ഉണ്ട്, അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ഹൈസ്കൂൾ. അതിലേക്ക് ഞാൻ ആദ്യം എഴുതുകയും അതിലെനിക്ക് കിട്ടുകയും അങ്ങനെ ഡെമോൺസ്ട്രേറ്റർ ആയിട്ട് നമ്മുടെ 5 വർഷം ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂളിലും പോളിടെക്നിക്കുകളിലും ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് PSC വഴി ലെക്ചർ എഴുതി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിൽ ലെക്ചറായിട്ട്, മെക്കാനിക്കൽ ലെക്ചറായിട്ട് കയറിയത്. ഇപ്പൊ ലെക്ചറായിട്ട് ഇപ്പൊ ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ കരിയർ. അപ്പൊ ഈ കരിയറുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്, പാർട്ട് ടൈം ആയിട്ട് PhD ചെയ്യുന്നുണ്ട്. കാര്യം നമ്മുടെ എന്റെ കരിയർ എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, അത് അല്ലെങ്കിൽ ഇതിൽ തന്നെ നിൽക്കും. അപ്പൊ ഇതിന്റെ അടുത്ത പ്രൊമോഷനൊക്കെ വേണ്ടിയും ഹയർ ഇതിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടി വരും അഡീഷണൽ. അപ്പൊ അത് ആദ്യമേ മുൻകൂട്ടി കണ്ടാണ് ഞാനിപ്പോ PhD എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഹയർ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ ഡയറക്റ്റ് ആയിട്ട് കരിയറിലേക്ക് വരികയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഡെമോൺസ്ട്രേറ്റർ ആയിരുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഞാൻ PG കൗൺസിലിംഗ് സൈക്കോളജി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് സ്പെഷ്യൽ സെറ്റിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ കരിയർ ഗൈഡൻസിലെ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്ക് ഈ കരിയർ ഗൈഡൻസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. എഞ്ചിനീയറിംഗ് കരിയർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത കുട്ടികളാണ്. ഒന്നുകിൽ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവരായിരിക്കാം,
അതുപോലെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ടാവാം, പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ എനിവേ ബ്രാഞ്ചസ് പഠിക്കുന്ന കുട്ടികളാവാം. എനിവേ ഏതായാലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൽ അപ്ലൈ ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മെറ്റീരിയൽ സയൻസ്, അതുപോലെ ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന കുറെ കാര്യങ്ങളാണ് ഡിസൈൻ, അനാലിസിസ്, മാനുഫാക്ചറിങ്, അതുപോലെ മെയിൻ്റനൻസ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവാം. ഇനി അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾക്ക് നിങ്ങൾ കരിയർ ഇപ്പോ ഒന്നുകിൽ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടാവാം. അതും അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല, കരിയറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. എനിവേ എന്തായാലും നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇതിലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കണം. അതായത് നിങ്ങൾ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കരിയർ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ജീവിതത്തിൽ എത്ര ഉയരത്തിലെത്തിയാലും അതിന്റെ എല്ലാം ഒരു ബേസിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ പ്ലാനിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ ഉയർന്നു പോകും. അപ്പോൾ അതിനൊരു ആദ്യം വേണ്ടതെന്ന് പറയുന്ന ഒരു പ്ലാനിങ് വേണം. അപ്പോൾ നമ്മുടെ കരിയറിന്റെ പ്ലാനിങ്ങിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് ഒരു തവണ തന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതുപോലെ ചില കുട്ടികൾക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവർക്ക് അതിനെ കോപ്പി ചെയ്യാനുള്ള സ്കില്ലുണ്ടാവും. ഇനി ചില കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റ് ടീം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മിനി പ്രോജക്റ്റിന്റെ ടീം എടുത്തു കഴിഞ്ഞാൽ ആ ടീമിനെ ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവന്റെ സ്കില്ലിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്തായി തീരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നല്ല ഒരു എക്സിക്യൂട്ടീവ് ലെവൽ പോസ്റ്റിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അടുത്ത 3 വർഷത്തിനകത്ത് നിങ്ങളുടെ എംടെക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ ബിടെക് കഴിയാറായ കുട്ടികളാണ്, അല്ലെങ്കിൽ ബിടെക് പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അടുത്ത 2 കൊല്ലത്തിനകത്ത് നിങ്ങൾക്ക് എംടെക് കംപ്ലീറ്റ് ചെയ്യണം. 2 വർഷം മതി ഫുൾ ടൈം ആകുമ്പോൾ. 2 കൊല്ലത്തിനകത്ത് നിങ്ങൾ എംടെക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ, അല്ലെങ്കിൽ ഒരു ISRO, അല്ലെങ്കിൽ DRDO, അല്ലെങ്കിൽ ബാർക്ക്, അല്ലെങ്കിൽ NTPC, അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരു റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ട് കയറണം. അതും അല്ലെങ്കിൽ NIT, IIT അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിങ്ങൾക്കൊരു റിസർച്ച്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹം, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് അത് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോ അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് നിങ്ങളുടെ സ്കിൽ? അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ, അതായത് നിങ്ങളുടെ എന്തൊക്കെ കരിയർ നിങ്ങൾക്ക് ഫിറ്റ് ആകും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് നിങ്ങൾ അറിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കരിയർ എന്തൊക്കെ ടൈപ്പ് ഓഫ് കരിയർ നിങ്ങൾക്ക് ഫിറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ഒരു പഴയ കാലത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിടെക് എടുക്കുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒരു 5-6 കൊല്ലം വരെയുള്ള ബാക്ക് ഹിസ്റ്ററി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെ അധികം സ്കില്ല്, അല്ലെങ്കിൽ കുറെ അധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വളരെ ശാന്തമായി. അപ്പൊ അങ്ങനെയൊക്കെ ഏതൊക്കെ ടൈപ്പ് കരിയർ നിങ്ങൾക്ക് ഫിറ്റ് ആകും എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 10 ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലാസ്റ്റ് ഒരു 4 ഇയേഴ്സിലായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത 10 ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റുകളും അതുപോലെ നിങ്ങളുടെ സ്കിൽ സെറ്റുകളും ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം എൻജോയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്ക് ഓരോ സെമസ്റ്ററിലും നല്ല മാർക്കുകൾ നിങ്ങൾക്ക്, ഇപ്പം ഫൈനൽ സെമസ്റ്റർ അല്ലെങ്കിൽ S7 കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുവരെയുള്ള സെമസ്റ്ററുകളിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ
എൻജോയ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റും അതുപോലെ സ്കില്ലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്, അപ്പോൾ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിലെ ഗോൾ എന്താണ്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് 2 തരത്തിലുള്ള ഗോളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് ഷോർട്ട് ടൈം ഗോളും രണ്ടാമത്തത് ലോങ് ടൈം ഗോളും. അപ്പോൾ ഷോർട്ട് ടൈം ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷ കാലഘട്ടത്തിനകത്ത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഷോർട്ട് ടൈം ഗോളുകളാണ്. അതേസമയം 5 അതിൽ കൂടുതലോ വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ലോങ് ടൈം ഗോളുകളാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ചെറിയൊരു കമ്പനിയിൽ കയറുകയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സൂപ്പർവൈസർ ലെവലിൽ ഒരു കമ്പനിയിൽ കയറുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സർവീസ് എഞ്ചിനീയർ ലെവലിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ കയറുകയാണ്, സർവീസ് സെക്ടറിൽ കയറുകയാണെന്ന് വെച്ചു. നിങ്ങൾക്ക് ജനറൽ മാനേജർ ആവണമെങ്കിൽ മിനിമം 7 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ അത് നിങ്ങളുടെ ലോങ് ടൈമിലേ നിങ്ങൾക്ക് ഗോളായിട്ട് ഇടാൻ പറ്റുള്ളൂ. അല്ല, ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ആവാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു പക്ഷേ അസിസ്റ്റന്റ് മാനേജർ ആവാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻ മാനേജർ ആകാൻ പറ്റുമായിരിക്കും. അപ്പൊ അതൊക്കെ ഷോർട്ട് ടൈമിൽ ഇടാൻ പറ്റും. ഇനി എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ISROയിൽ പ്രൊപ്പൽഷൻ നിങ്ങൾക്കൊരു സയന്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ തെർമൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആവണം ISROയിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിടെക് ക്വാളിഫിക്കേഷൻ കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് MTech നിങ്ങൾ പ്രൊപ്പൽഷനോ അല്ലെങ്കിൽ തെർമൽ സയൻസോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷനിലേക്ക് എത്താൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് അവിടെ എത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ അനാലിറ്റിക്കൽ സ്കിൽ, ഡിസൈൻ സ്കിൽ, അതുപോലെ തന്നെ മാനേജീരിയൽ സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, ഇതൊക്കെ നിങ്ങളുടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ സർവീസ് അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് മാനേജീരിയൽ സ്കില്ല്, നല്ല മാനേജീരിയൽ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സാലറി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ബിടെക് കഴിഞ്ഞവർക്ക് 10,000 സാലറി കിട്ടും, അതുപോലെ 15,000 സാലറി കിട്ടും സ്റ്റാർട്ടിങ്ങിൽ. ഇതൊന്നും അല്ല, നല്ല സാലറി കിട്ടുന്ന കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല സാലറി കിട്ടുന്ന ജോലികൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 80,000 എബോവ് കിട്ടുന്ന ജോലികൾ, അല്ലെങ്കിൽ 1 ലാഖിന് എബോവ് കിട്ടുന്ന ജോലികൾ. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ഹയർ ലെവലിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ NTPC അങ്ങനെയുള്ളിടത്തൊക്കെ സയന്റിസ്റ്റ് ബിയിലോ അല്ലെങ്കിൽ സയന്റിസ്റ്റ് സിയിലോ ഡിയിലോ ഒക്കെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കെയിലിലേക്ക് എത്താം. അപ്പൊ ഈ സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗേറ്റ്, ബിടെക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗേറ്റ് സ്കോർ വഴി ഈ സാലറി സ്കെയിലിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഡയറക്റ്റ് ഗേറ്റ് വഴിയാണ് അവിടെ ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ഫോർ എക്സാമ്പിൾ ചിലർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണമെന്നായിരിക്കും, ചിലർക്ക് അങ്ങനെയൊന്നുമല്ല, കുറച്ച് ടെൻഷനും അതുപോലെ കുറെ അധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ അവർക്ക് അതിൽ എൻജോയ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഈ മാനേജറിയൽ ജോലിയൊക്കെ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടീച്ചിങ് ജോബാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഫ്രീഡം ഉണ്ട്, അതുപോലെ ആവശ്യാനുസരണം തന്നെ അതിന്റെ അതായത് ഇപ്പൊ ലീവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ അധികം ബെനിഫിറ്റ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഒരു അടുത്ത ലെവലിലേക്ക് പഠിക്കണമെങ്കിലുള്ള ചാൻസ് ഒക്കെ അവിടെ വരുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ് കരിയറിൽ. ഇനി എനിക്ക് തോന്നുന്നു പല ബ്രാഞ്ചിലുള്ള കുട്ടികളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, മെയിൻ ആയിട്ട് 10 ബെനിഫിറ്റ്സ് ആണ് ഒരു എഞ്ചിനീയറിംഗ് കരിയറിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് എപ്പോഴും ജോലിയിൽ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടും. രണ്ടാമത്തേന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് എടുക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സൈഡ് പോവാം, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് പോവാം, സേഫ്റ്റി, മെയിൻ്റനൻസ്, അതുപോലെ റിസർച്ച് സൈഡിൽ പോവാം, ഒരുപാട് ഡിസൈൻ, ഇതിലെല്ലാം നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ വെറൈറ്റി ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അതുവഴി പോസിബിൾ ആണ്. അതുപോലെ തന്നെ ചലഞ്ചിങ് വർക്കാണ്. അപ്പൊ നിങ്ങളിപ്പം ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും ഡെയിലി ചലഞ്ചിങ് വർക്ക് ആയിരിക്കും. കാര്യം നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ അവിടുത്തെ സിനാരിയോ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊരു ചലഞ്ചിങ് വർക്ക് തന്നെയാണ്. ദെൻ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഏതൊരു ഫീൽഡിലാണെങ്കിലും എഞ്ചിനീയറിംഗ് കരിയറിൽ ഏതൊരു ഫീൽഡിലാണെങ്കിലും കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ഇന്റലക്ച്വലി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് അവിടെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആവും,
അതുപോലെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ടു സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു AE ആയി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റിയിൽ നിങ്ങൾ, നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വാട്ടർ അതോറിറ്റിയിൽ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകുകയാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വെള്ളമൊന്നും വളരെ കുറവായിട്ടുള്ള പ്രദേശമാണ്, വെള്ളം വളരെ കുറവാണ്. അവിടെയുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം വളരെ ബുദ്ധിമുട്ടാണ്, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അവര് മെജോറിറ്റി ആൾക്കാരും ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷൻ ആണെങ്കിൽ, അവിടെ ഒരു എഞ്ചിനീയറുടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അവിടെ വാട്ടറിന്റെ സ്കേഴ്സിറ്റി എപ്പോഴും വരികയാണെങ്കിൽ അതിന് ബദലായിട്ട് മറ്റൊരു സംവിധാനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ അത് സമൂഹത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുടിവെള്ള സ്രോതസ്സുകൾ നന്നായിട്ട് മെയിൻ്റനൻസ് ചെയ്യുക, അല്ലെങ്കിൽ അത് വീണ്ടും ഫലവത്തായി യൂട്ടിലൈസ് ചെയ്യുക, അതൊക്കെ നമ്മൾ അതായത് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ നമുക്ക് കൂടുതൽ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ മെത്തേഡുകൾ, എന്തെങ്കിലും ഇപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെൽ റീചാർജിങ് സിസ്റ്റം, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവും, സാലറി അതനുസരിച്ച് ഹൈക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രസ്റ്റീജ് ജോബാണ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ എംപവർമെന്റ് ആണ് നമുക്ക് എഞ്ചിനീയറിംഗിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ആൻഡ് സയന്റിഫിക് ഡിസ്കവറി എഞ്ചിനീയറിംഗ് കരിയറിനുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്, നമുക്കിപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വർക്ക് ഓർഡർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്കില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങളുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നിങ്ങൾക്ക് അതിൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവും. അത് ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ വരുന്നതാണ്. ഇനി കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാം. അപ്പോ ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കുറേയധികം കമ്പനീസ്, ഗവൺമെന്റ് സെക്ടർ കമ്പനീസിന്റെ ലിസ്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടറിന്റെ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, എല്ലാം ഗവൺമെന്റ് സെക്ടർ ഓറിയന്റഡ് ആണ് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയേഴ്സിനെ മെയിൻ ആയിട്ട് ഹയർ ചെയ്യുന്ന കുറേയധികം സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിലെ കമ്പനീസും സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്ടറിന്റെ കമ്പനീസും ആണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ആംഡ് ഫോഴ്സസ് നിങ്ങൾക്കറിയാം, ആർമി, നേവി, എയർഫോഴ്സ്. അപ്പൊ ഇങ്ങനെ ആംഡ് ഫോഴ്സസിൽ പോകാൻ വേണ്ടി താല്പര്യമുള്ള ആൺകുട്ടികളാവാം അല്ലെങ്കിൽ പെൺകുട്ടികളാവാം. അപ്പൊ അവര് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമുക്കിപ്പം ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്ത് NCC, നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ NCC ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങള് KGPTU ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് NCCയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ NCC ബി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്നാൽ എന്റെ കൂടെയുള്ള മറ്റു കൂട്ടുകാർക്ക് C സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഡയറക്റ്റ് ആർമി, നേവി, ഏത് വിങ്ങിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. SSB ഇന്റർവ്യൂ, ഡയറക്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഈ NCC കോട്ട വഴി. അപ്പൊ ആംഡ് ഫോഴ്സസ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് NCC B സർട്ടിഫിക്കറ്റോ C സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. അത് കൂടാതെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിങ്ങൾക്ക് പോലീസ് സബ് ഇൻസ്പെക്ടർ ഇങ്ങനെയുള്ള യൂണിഫോം കേഡറിലൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ വെയിറ്റേജ് മാർക്ക് കിട്ടുന്നതാണ്. ഇനി റെയിൽവേയിൽ നിങ്ങൾക്കറിയാം, സെക്ഷൻ എഞ്ചിനീയർ, ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻ എഞ്ചിനീയർ പോകാം. അതുപോലെ ലോക്കോ പൈലറ്റ് പോകാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ പാർട്സ് മാനുഫാക്ചറിങ് കമ്പനീസ്, അതുപോലെ എയറോസ്പേസ് ഇൻഡസ്ട്രി, അതുപോലെ ഏവിയേഷൻ കമ്പനീസ്, സ്റ്റീൽ പ്ലാന്റുകൾ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെയിൽ. അപ്പൊ അതുപോലെ വിശാഖ് സ്റ്റീൽസ്, അങ്ങനെ സ്റ്റീൽ കമ്പനിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ദെൻ തെർമൽ പ്ലാന്റ്സ്, ഫോർ എക്സാമ്പിൾ NEPC, അങ്ങനെയുള്ള തെർമൽ പ്ലാന്റുകൾ. ദെൻ എയർ കണ്ടീഷനിങ്, റെഫ്രിജറേഷൻ ഇൻഡസ്ട്രീസ്. ദെൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ, ഷിപ്പിംഗ് ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കമ്പനീസ്. അതുപോലെ തന്നെ ഇർക്കോണിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വിളിക്കാറുണ്ട്. അതുപോലെ ഗെയിൽ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതുപോലെ ONGC, അതുപോലെ IOCL, BPCL, HPCL, അതുപോലെ നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ, അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, BSF. ദെൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരികയാണെങ്കിൽ വൊക്കേഷണൽ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് ടീച്ചറാണ്. അത് ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ അവിടെ ബിടെക് ആണ് വേണ്ടത്. ദെൻ ഇൻസ്ട്രക്ടർ, അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ്. ദെൻ പോളിടെക്നിക് ലെക്ചർ, ACT സ്കെയിലാണ്, അതിന് ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ. അതുപോലെ നിങ്ങൾ ബിടെക് കഴിഞ്ഞ് MTech എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും.
ദെൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഉള്ള പോസ്റ്റുകൾ, ദെൻ പോർട്ട് ടെസ്റ്റിലുള്ള പോസ്റ്റുകൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതും SIയുടെ റാങ്കിന് അതേ സെയിം സ്കെയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് 2 വീലർ 4 വീലർ ലൈസൻസ് വേണം, അതുപോലെ ഹെവി വെഹിക്കിൾ വിത്ത് ബാഡ്ജ് വേണം, എങ്കിലേ നിങ്ങൾക്ക് അത് പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റി. ദെൻ 1 ഇയർ എക്സ്പീരിയൻസ് ഏതെങ്കിലും സർവീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ KSRTC അങ്ങനെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ മെയിൻ്റനൻസ് വിങ്ങിൽ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ദെൻ തെർമൽ പവർ കോർപ്പറേഷനിൽ വിളിക്കാറുണ്ട്, ദെൻ വാട്ടർ അതോറിറ്റിയിൽ വിളിക്കാറുണ്ട്, ഹാർബർ എഞ്ചിനീയറിംഗിൽ AE വിളിക്കാറുണ്ട്, മൈനിങ് ആൻഡ് ജിയോളജിയിൽ AE വിളിക്കാറുണ്ട്, ദെൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് AE വിളിക്കാറുണ്ട്, ദെൻ KSRTC അതായത് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ KSRTC ഡിപ്പോ എഞ്ചിനീയർ, അതുപോലെ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ വിളിക്കാറുണ്ട്, അതുപോലെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, അതുപോലെ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൽ നമ്മുടെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാറുണ്ട്. അതായത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മെയിൻ ആയിട്ട് വിളിക്കുന്നതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വിളിക്കാറുണ്ട്, അതുപോലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാറുണ്ട്, അതുപോലെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലും ഉണ്ട്. ദെൻ SRF JRF എന്ന് പറയുന്നത് സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്, SRF എന്ന് പറയുന്നത് JRF എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അത് NIT-യിലുണ്ട്, IIT-യിലുണ്ട്, അതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, എക്സാമ്പിൾ സിപ്പറ്റിലുണ്ട്, അതുപോലെ CDIT-ലുണ്ട്, CDAC-ലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ CSIR-ലുണ്ട്. ഇവിടെയൊക്കെ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇതിന്റെ വേക്കൻസീസ് വരാറുണ്ട്. അതുപോലെ MSME ടൂൾ റൂംസിലുണ്ട്, പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ് ഉണ്ട്, ISRO ഉണ്ട്, ഓർഡിനൻസ് ഫാക്ടറി ഉണ്ട്, അതുപോലെ മെട്രോ റെയിൽ കോർപ്പറേഷനിലുണ്ട്, അതുപോലെ UPSC, അതുപോലെ SSC, അതുപോലെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിൽ വിളിക്കാറുണ്ട്, അതുപോലെ DRDO വിളിക്കാറുണ്ട്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതുപോലെ സ്റ്റേറ്റ് PSC-യിൽ വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ BHEL, KMML, പവർ ഗ്രിഡ്, അതുപോലെ ബോർഡർ പോലീസ്, അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിളിക്കാറുണ്ട്, അതുപോലെ ICAR, അതുപോലെ ICFR-ൽ വിളിക്കാറുണ്ട്, സിപ്പറ്റിൽ വിളിക്കാറുണ്ട്, നാഷണൽ അലുമിനിയം കോർപ്പറേഷൻ ഉണ്ട്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ നിങ്ങൾക്കറിയാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊബേഷണറി ഓഫീസർ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, BTech ക്വാളിഫിക്കേഷൻ മതി അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ MBA എടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ബാങ്കുകളിലൊക്കെ. അതുപോലെ NIELTL ഉണ്ട്, അതുപോലെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനി ഉണ്ട്, അതുപോലെ എയർപോർട്ട്സിലുണ്ട്, റൈഡ്സിലുണ്ട്, ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിൽ സെക്ടറിലുണ്ട്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വേക്കൻസീസ് വളരെ കുറവായിരിക്കും, അതനുസരിച്ചൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ദെൻ അപ്പോ ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് കുട്ടികളായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേയധികം കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൈ ടു സ്കോർ ഗുഡ് മാർക്സ്. അപ്പോൾ ട്രൈ ടു സ്കോർ ഗുഡ് മാർക്സ് എന്ന് പറയുന്നത് കൊണ്ട് കാര്യം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾ സെലക്ട് ആയി ലാസ്റ്റ് നിങ്ങൾ ഈ മാർക്കൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ലെക്ചർ ആയിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാം നിങ്ങളുടെ ഗ്രേഡ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് മാർക്ക് അവിടെ നിങ്ങൾക്ക് സ്കോറിൽ കൂടെ ആഡ് ചെയ്ത് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് വരെ വിലപ്പെട്ടതാണ്. കാര്യം 1 മാർക്കിന്റെ ബേസിൽ നിങ്ങളുടെ റാങ്ക് താഴേക്ക് പോകാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടാം. അതുപോലെ തന്നെ നല്ല നല്ല കമ്പനീസിൽ ആദ്യമേ തന്നെ കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ റെപ്യൂട്ടഡ് കമ്പനീസിൽ പ്ലേസ്മെന്റ് ആകാൻ ആദ്യമേ ശ്രമിക്കുക. ഇനി ചാൻസസ് കിട്ടുകയാണെങ്കിൽ അത് ആദ്യമേ തന്നെ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക എപ്പോഴും. അതായത് നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടിയാലും ആ കമ്പനിക്ക് വേണ്ടി മാക്സിമം ആ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയർന്നു വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഡെഡിക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങളെ ജോലി കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ഹാജരായിരിക്കണം. അതുപോലെ നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ജോലിയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ഷിഫ്റ്റ് അനുസരിച്ചുള്ള ജോലിയാണെങ്കിൽ അതനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡ്യൂട്ടി തന്നു, അത് നിങ്ങൾക്ക് ഇപ്പം 2 മണിക്കൂറായിട്ടുള്ള 2 മണിക്കൂർ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ അവിടെ നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റൂ. ഇല്ല, നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നു, അത് നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ രാവും പകലും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ കമ്പനി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിലെ ഡെഡിക്കേഷൻ ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഡോണ്ട് എക്സ്പെക്ട് മണി ഫസ്റ്റ്. അപ്പം കൂടുതൽ ശമ്പളം ആദ്യമേ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു 4 അല്ലെങ്കിൽ 5 വർഷം നിങ്ങൾ സഫർ ചെയ്ത് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഹയർ എമൗണ്ട് ഓഫ് സാലറി ആദ്യമേ പ്രതീക്ഷിച്ച് കമ്പനികളിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച്, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആദ്യം കിട്ടുന്ന കമ്പനിയിലേക്ക് നിങ്ങൾ കയറുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. അപ്പോൾ ഓരോ ലെവലിലേക്ക് നിങ്ങൾ എത്തും തോറും നിങ്ങളുടെ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പ്രതിഫലം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങൾ അടുത്ത കമ്പനിയിലേക്ക് നിങ്ങൾക്ക് മാറുക, അല്ലെങ്കിൽ അടുത്ത ഹയർ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പൊ അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോ ചാൻസ് കിട്ടിയാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി കയറി, ആ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാണ്, അവിടെ നിങ്ങൾക്ക് മാനേജീരിയൽ പോസ്റ്റ് അല്ല, പക്ഷെ 10 15 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ മാനേജീരിയൽ പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അവിടെ MBA വേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് MBA ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എപ്പോഴാണ് ഒരു സൗകര്യം, ഒരു ചാൻസ് കിട്ടുന്നത്, അപ്പൊ നിങ്ങൾ അവിടെ പഠിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇനി ഔട്ട് ഓഫ് സിലബസിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഏതൊരു ബ്രാഞ്ച് പഠിക്കുകയാണെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മൾ ഔട്ട് ഓഫ് സിലബസും അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ വിർച്വൽ റിയാലിറ്റി, അതുപോലെ അഗ്മെന്റഡ് റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ മെഷീൻ ലേണിംഗ്, അങ്ങനെ കുറെ അധികം പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പുതിയ സ്കില്ലുകൾ ഉള്ള ടെക്നോളജീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ എഞ്ചിനീയറിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പുതിയ സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾ അക്വയർ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ സൈഡും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ തന്നെ ഒരു ഗിയർ ട്രെയിൻ പറയുകയാണെങ്കിൽ അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ എന്താണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡ് എന്താണ്, അതിനെ കുറിച്ചും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നത്. ദെൻ ഇപ്പൊ ഉള്ള ഒരു സിറ്റുവേഷൻ, അതായത് ഈ പ്രസന്റ് സിനാരിയോയിൽ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ, കുട്ടികൾ എല്ലാവരും വീട്ടിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ അധികം നോളജ്, കുറച്ച് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നോളജ് എൻഹാൻസ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജി, നിങ്ങളുടെ ഫീൽഡിൽ ഉള്ള ലേറ്റസ്റ്റ് ടെക്നോളജി, ടൂൾസ്, സോഫ്റ്റ്വെയർ, അതുപോലെ കരിയർ അഡ്വാൻസ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കരിയർ ഉണ്ട്, അതുപോലെ തന്നെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ കോഴ്സസ് ആയ സ്വയം പ്ലാറ്റ്ഫോം ഉണ്ട്, അതുപോലെ NPTEL കോഴ്സസ് ഉണ്ട്, അതുപോലെ MOOC കോഴ്സസ് ഉണ്ട്, അതുപോലെ കോഴ്സറയുടെ കോഴ്സസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതുപോലെ AICT ഒക്കെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രീ കോഴ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വയം പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇപ്പം ചില കോഴ്സുകളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരും, പരീക്ഷ എഴുതണം. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ അസൈൻമെന്റ് എല്ലാം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പരീക്ഷ ഫീസൊക്കെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ അങ്ങനെ ഫ്രീ കോഴ്സസ് ഉണ്ട്, അതുപോലെ പെയ്ഡ് കോഴ്സസ് ഉണ്ട്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സസ് ഉണ്ട്, അതുപോലെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കോഴ്സസ് ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉള്ള സമയത്ത്. അത് നിങ്ങളുടെ ബയോഡേറ്റയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ കാണിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആഫ്റ്റർ ബിടെക്കിന് ശേഷം, ഫോർ എക്സാമ്പിൾ ഇപ്പം ബിടെക് ആണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ബിടെക് കഴിഞ്ഞ ശേഷം ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗേറ്റ് എക്സാം വഴി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ S6 അല്ലെങ്കിൽ S8 വെച്ച് നിങ്ങൾക്ക് ഗേറ്റ് എക്സാം എഴുതാം. ഗേറ്റ് എക്സാം വഴി നിങ്ങൾക്ക് MTechന് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് CAT എഴുതാൻ പറ്റും, MAT എഴുതാൻ പറ്റും, അതുവഴി MBAക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
അതുപോലെ തന്നെ കുറേയധികം പുതിയ പുതിയ എംടെക് കോഴ്സസ് ഉണ്ട്. എംടെക്കിനാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഗേറ്റ് വഴിയാണ് എംടെക്കിന് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈഫണ്ട് ഉണ്ടാവും. 13,000 എത്രയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ സ്റ്റൈഫണ്ട്, അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഗേറ്റ് വഴിയുള്ള സ്റ്റൈഫണ്ട് കിട്ടാത്തവർക്ക് ഒരു പക്ഷേ വളരെ വീണ്ടും കുറവ് സ്റ്റൈഫണ്ട് ലെവലിൽ നിങ്ങൾക്ക് എംടെക് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എംടെക് നിങ്ങൾക്ക് വേണ്ട, ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ISRO, DRDO, ബാർക്ക്, NTPC, HAL ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസിലൊക്കെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഗേറ്റ് സ്കോറിനെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾ എംടെക്കിനാണ് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ IISc ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഉണ്ട്, അതുപോലെ IITs ഉണ്ട്, അതുപോലെ NITs ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഉണ്ട്, അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ IIITs ഉണ്ട്, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ IIITDMs ഉണ്ട്, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഗേറ്റ് സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല ഗേറ്റ് സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ബിടെക്കിന്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ JRF അപ്ലൈ ചെയ്യാൻ പറ്റും. JRFനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് SRF അപ്ലൈ ചെയ്യാൻ പറ്റും. അത് SRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhDക്ക് ഇക്വലന്റ് ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട് ചില യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ IIT, NITയിലൊക്കെ ഇന്റഗ്രേറ്റഡ് PhD കോഴ്സസും ഉണ്ട്. അതായത് എംടെക്കിനോടൊപ്പം തന്നെ 5 വർഷത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എംടെക്കിനോടൊപ്പം തന്നെ PhDക്കും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി കരിയർ അതുപോലെ കുറച്ച് സെപ്പറേറ്റ് നിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇപ്പം പുതിയതായിട്ടുള്ള കുറെ കോഴ്സസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, അതുപോലെ റോബോട്ടിക്സ് ഉണ്ട്, പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ ബയോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി എംടെക് ഉണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എംടെക് ഉണ്ട്, അതുപോലെ IPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ എംടെക് ഉണ്ട്, അതുപോലെ ഗ്രീൻ ടെക്നോളജിയിൽ എംടെക് ഉണ്ട്, അതുപോലെ ഡിസൈനിൽ ഉണ്ട്, MBA പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റിലുണ്ട്. അപ്പൊ അങ്ങനെ കുറേയധികം കോഴ്സസ് ഉണ്ട്. അതുപോലെ ഫോറിൻ എഡ്യൂക്കേഷൻ, അതിന് കുറേയധികം യൂണിവേഴ്സിറ്റീസ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേയധികം സ്കോളർഷിപ്പുകളുണ്ട്. ദെൻ വീണ്ടും കുറേയധികം കോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോട്ടോണിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുസാറ്റിൽ. അതുപോലെ പാക്കേജിംഗ് ടെക്നോളജിയിലുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സിവിൽ സർവീസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ IFS, IPS ഇങ്ങനെയുള്ളൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം എഴുതണം. പിന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം എഴുതാൻ പറ്റും. ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേയധികം പോസിറ്റീവ് വേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കുറച്ച് മോട്ടിവേഷൻ സൈഡാണ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിന്റെ എൻഡിൽ എന്താണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പൊ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A ഗ്രേഡ് അല്ലെങ്കിൽ S ഗ്രേഡ് വരുന്ന രീതിയിലാണ് നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു എൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. ദെൻ മേക്ക് യൂസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ അവസരങ്ങൾ എപ്പോഴും ഉപയോഗപ്പെടുത്തുക. അതുപോലെ സോൾ സെന്റേഡ് ആയിരിക്കണം. സോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൽഫ് സെന്റേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് ടച്ച് ചെയ്യണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പറയണം. അതുപോലെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യരുത്. അതുപോലെ സ്ട്രെസ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റീവായിട്ട് എൻകറേജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം വർക്ക് ലോഡ് കൂടുതലാണ്, ഒരിടത്ത് നിങ്ങൾ ജോലി ചെയ്യാണ്, അപ്പൊ നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പൊ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ ആ വർക്ക് ലോഡ് കൂടാൻ കാരണം മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ക്രിയേറ്റീവായിട്ട് ആ വർക്ക് ലോഡിനെ നിങ്ങൾ എൻഗേജ് ചെയ്യണം. അതുപോലെ തന്നെ ലേൺ ഫ്രം മിസ്റ്റേക്ക്. അതുപോലെ വിഷൻ അബൌട്ട് ഫ്യൂച്ചർ. അതുപോലെ തന്നെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. അതുപോലെ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നല്ല ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഡിസിപ്ലിൻഡ് ആയിരിക്കുക. അതുപോലെ ഈഗോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്, അത് എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഈഗോ ഒരിക്കലും ഉണ്ടാകുന്നത് നല്ലതല്ല. അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയർ അത് ഒരിക്കലും ഉണ്ടാകരുത്. അതുപോലെ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത്
നടക്കുമോ, അല്ലെങ്കിൽ അത് ശരിയാകുമോ, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആകുമോ, അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടാകും. അത് അങ്ങനെയുള്ള ഫെയിലിയർ ഒരിക്കലും ഉണ്ടാകും. പോസിറ്റീവായിട്ട് എപ്പോഴും അപ്രോച്ച് ചെയ്യുക കാര്യങ്ങളെ. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ, ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ മെന്റൽ പീസ് ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു തിരിച്ച് അതുപോലെ ഒരു നന്ദി പറയുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിനും പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാ സമയത്തും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാനോ അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാനോ വേണ്ടിയാണ് നമ്മൾ എൻകറേജ് എൻഗേജ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ബാഡ് തോട്ട്സ് ഉണ്ടാവില്ല, തെറ്റായ തോട്ട്സ് ഉണ്ടാവില്ല. അപ്പൊ ബാഡ് തോട്ട്സ് ഉണ്ടാകാത്തടത്തോളം കാലം ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും എൻഗേജ് ചെയ്തിരിക്കുക. ദെൻ ഇൻസ്പയർഡ് ബൈ ഗ്രേറ്റ് ലൈഫ്സ്, അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആകുക. അതുപോലെ തന്നെ നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുക. ഒരിക്കലും ഷോർട്ട് കട്ടിലേക്ക് പോകരുത്. അതുപോലെ തന്നെ അക്സെപ്റ്റബിൾ പേഴ്സണാലിറ്റി ആയിരിക്കുക. സ്വയം പുകഴ്ത്തി പറയാതിരിക്കുക. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. അതുപോലെ തന്നെ മനസ്സിന് ഒരു കൺട്രോൾ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു ജോലി കിട്ടി. ആ ജോലി കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ചില 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 കുട്ടികൾക്കൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റൊരു ജോലിയിലേക്ക് നമ്മളിങ്ങനെ ചാടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നല്ലതല്ല. അത് നിങ്ങളുടെ കരിയറിൽ നല്ലതല്ല. കാര്യം അത് നമ്മുടെ ബയോഡാറ്റയിൽ കാണിക്കുമ്പോഴാണെങ്കിലും അതിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അപ്പൊ അതിന് പകരം ഒരു കാര്യത്തിലേക്ക് ചെയ്യുമ്പോൾ, ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ അതിൽ കുറച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അതിന്റെ അടുത്ത ഹയർ ലെവലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗോൾസ് അറിഞ്ഞിരിക്കുക, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, അംബിഷൻസ്, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അവസരങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളിപ്പം നമ്മുടെ ഫ്രഷേഴ്സ് വേൾഡ് നോക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗവൺമെന്റ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ ഒരുപാട് സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ നിങ്ങൾ നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾ ബുധനാഴ്ചയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലുള്ള തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അങ്ങനെയൊക്കെയുള്ള നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എപ്പോഴും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ പഠിക്കുന്നവരാണ്, S6 പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ S7 പഠിക്കുന്നവരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ S4 പഠിക്കുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ S7 പഠിക്കുന്നവരാണെങ്കിൽ, S5 പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ എഴുതി വെക്കുക. ഒരു ഡയറി എടുത്തിട്ട് ആ ഡയറിയിൽ ഇന്ന മാസം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓഗസ്റ്റ്, സെപ്റ്റംബർ കാലഘട്ടത്തിൽ എവിടെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ചില സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിലെ കമ്പനീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേമുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ മാത്രമേ ആ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അവരുടെ വെബ്സൈറ്റിലൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വേണമെങ്കിൽ കയറി നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ അക്കാഡമിക് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എങ്കിൽ പോലും കുറേയധികം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. അപ്പോൾ അക്കാഡമിക് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ ഉള്ളതെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസ് ആർ ഓറിയന്റഡ് ടു എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ്. അപ്പോൾ പഠന രീതിയും പഠന ചുറ്റുപാടുമായിട്ട് ഓറിയന്റ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ റിക്കഗ്നൈസ് പ്രോബ്ലംസ് വിത്ത് ലേണിംഗ് ആൻഡ് ഡെവലപ്പ് കോപ്പിംഗ് സ്കിൽസ്. അപ്പോൾ പ്രോബ്ലംസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ബിഹേവിയർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ എഫേർട്ട് നിങ്ങൾ എത്രത്തോളം എടുക്കുന്നുണ്ട്, അതിന് ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കുന്നുണ്ടോ ലേണിംഗിൽ, അത് നിങ്ങൾ മനസ്സിലാക്കുക.
ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കുട്ടി നന്നായിട്ട് ട്രൈ ചെയ്യുകയാണ്, എന്നിട്ടും അയാൾക്ക് സപ്ലി ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അയാൾ എടുക്കുന്ന എഫേർട്ട് പാസ്സാകുന്ന ലെവലിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകും. അപ്പൊ അത് അയാൾ മനസ്സിലാക്കുകയും അതിനുള്ള പോരായ്മകൾ കണ്ടെത്തിയിട്ട് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റും. അപ്പൊ അതിനെന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ടിപ്സുകളോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ സ്കില്ല് ഒന്ന് എൻഹാൻസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നതിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിലായിരിക്കും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് അതിലുണ്ടാകും. അതുപോലെ തന്നെ അപ്ലൈ സ്റ്റഡി സ്കിൽസ് നെസസറി ഫോർ അക്കാഡമിക് സ്കിൽ സക്സസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ചില കുട്ടികൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ചില കുട്ടികൾ ഒരു തവണ വായിച്ചിട്ടായിരിക്കും പോയി പരീക്ഷ എഴുതുന്നത്. ഇപ്പൊ എനിവേ നിങ്ങളുടെ സ്റ്റഡി സ്കിൽസ് നിങ്ങൾക്ക് അക്കാഡമിക് സക്സസിന് വേണ്ടി നിങ്ങൾ നെസസറി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്റ്റഡി സ്കിൽസ്. ദെൻ കരിയർ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു കുട്ടി അയാള് എത്രത്തോളം കരിയർ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആ കുട്ടിക്കുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ആ കുട്ടിക്ക് ജോബ് ഏരിയാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി അയാൾക്ക് കിട്ടും, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉണ്ട്, എന്തൊക്കെ ജോബ് ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു പരിധി വരെ അറിയാമെങ്കിൽ അയാൾക്ക് കരിയർ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ പേഴ്സണൽ എബിലിറ്റീസ് എന്തൊക്കെയാണ്, സ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ളത് നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള ഒക്കുപേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ട് കാലങ്ങളിലെ മുതൽ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ജോലികളാണ് നമ്മൾ ഈ പറയുമ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നോൺ ട്രഡീഷണൽ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അത് നോൺ ട്രഡീഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പുതിയ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബയോ ഫോട്ടോണിക്സ് അല്ലെങ്കിൽ ബയോണിക്സ്, അതൊക്കെ നോൺ ട്രഡീഷണൽ ഒക്കുപേഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ടീമിൽ മറ്റുള്ളവരായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അതൊക്കെ നിങ്ങളുടെ കരിയറിനെ കുറെ അധികം ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചുള്ള അവയർനെസ്. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി പേഴ്സണലി അയാൾ റെസ്പോൺസിബിൾ ആണെങ്കിൽ അയാള് അക്കാഡമിക്കലി സക്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ അക്കാഡമിക്കലി അയാൾ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ കരിയർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനെ കുറിച്ചൊക്കെ അയാൾക്ക് അറിയാവുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ചലഞ്ചിങ് വർക്ക് പ്ലേസ് ആണെങ്കിൽ ചലഞ്ചിങ് വർക്ക് പ്ലേസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് അക്വിസിഷൻ ഓഫ് ന്യൂ സ്കിൽസിലൊക്കെ അയാൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കുകയാണ് എനിക്കൊരു ഡിസൈനിലേക്ക് പോകണം. അപ്പൊ ഡിസൈനിൽ നമുക്കറിയാം ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ ഈ ഏത് സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ അത് പഠിക്കാൻ പോകേണ്ടി വരും അഡീഷണൽ ആയിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നിങ്ങൾ പഠിക്കേണ്ടി വരും. അത് സ്കിൽ അക്വയർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അതാണ് കണ്ടിന്യൂസ് അക്വിസിഷൻ ഓഫ് സ്കിൽ എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഒരു സ്റ്റുഡന്റിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അതിൽ ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്റ്റഡിങ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും എങ്കിൽ പോലും ഒരു കുട്ടി പഠനകാര്യങ്ങളിൽ കൃത്യമായിട്ട് ക്ലാസ് എൻഗേജ് ചെയ്യുക, അതുപോലെ ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക, ക്ലാസ് തരുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, അതൊക്കെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്റ്റഡിങ് ആണ്. അതുപോലെ തന്നെ പഠന കാര്യങ്ങളിലും അതുപോലെ സൊസൈറ്റി കാര്യങ്ങളിലാണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ബൗണ്ടറീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോപ്പിയിങ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരാൾ ഒരു പർട്ടിക്കുലർ കാര്യം എന്ന് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ തിരിച്ചു പെരുമാറണം. ആ രീതിയാണ്, അതാണ് നമ്മൾ പറയുന്നത് കോപ്പിയിങ് സ്കിൽസ് എന്ന് പറയുന്നത്. ദെൻ സെൽഫ് ഡയറക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഓൺ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളുടെ ബിഹേവിയറിന് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അയാൾ തന്നെയാണ്. അപ്പോൾ റെസ്പോൺസിബിൾ ഫോർ ഓൺസ് ഓൺ ബിഹേവിയർ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബിഹേവിയർ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു
ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ മാനറിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതൊക്കെ ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നതാണ്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ടൈമിനെ കുറിച്ചുള്ളത്. ടൈമൊക്കെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു സംഭവമാണ് സമയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോ 7:35 ഇവിടെ ക്ലാസ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ 7:35 മുതൽ ഇപ്പോ 8:29 ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, എനിക്കും അതുപോലെ തന്നെ ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറേയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോ എടുത്ത സെഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അപ്പൊ അത് നിങ്ങളുടെ നിങ്ങളുടെ ഭാവിയിലേക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ടൈമിലേക്ക് നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാവും. അതാണ് ആ പോസിറ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ടൈമിനെ കുറിച്ചാണ്. അതിൽ കുറേയധികം വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് കുട്ടികളാണ്, അതുപോലെ എഞ്ചിനീയറിംഗ് കരിയറാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്കറിയാം ടെക്നോളജിക്കൽ സോഷ്യൽ ചലഞ്ച് എല്ലാം വരുന്നത് നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട് ക്രിയേറ്റീവ് തിങ്കിങ്ങിന്. അത് ഉണ്ടാക്കിയെടുക്കുക, ആ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷം കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ വളരെ പരിതാപകരമായ കുറേയധികം സിറ്റുവേഷനിൽ കൂടെയൊക്കെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സെൽഫ് ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള റിമൈനിങ് ടൈമിൽ നിങ്ങൾ കുറേയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കുറേയധികം പുതുതായിട്ടുള്ള കോഴ്സസ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഇത് കഴിഞ്ഞിട്ട് ISROയിൽ സയന്റിസ്റ്റ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കുട്ടി ഒരു പക്ഷേ കുറേയധികം സോഫ്റ്റ്വെയറുകൾ അറിഞ്ഞിരിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, റിസർച്ച് സോഫ്റ്റ്വെയർസ്, അല്ലെങ്കിൽ സൈലാബ്, അതുപോലെ തന്നെ നമ്മുടെ മിനി ടാബ്, അതുപോലെ തന്നെ മാറ്റ് ലാബ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് സ്കില്ലുകളുള്ള, അല്ലെങ്കിൽ പൈത്തൺ, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടർ കുട്ടികളാണെങ്കിൽ ജാവ, അങ്ങനെയുള്ള ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയും കൂടെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നിങ്ങളുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സ്റ്റെപ്പിംഗ് ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ദൃഢമാകാൻ വേണ്ടി, നിങ്ങളുടെ കരിയറിനെ കുറച്ചുകൂടെ ദൃഢമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടൈം ഉപയോഗപ്പെടുത്താം. അതിനുവേണ്ടി കുറേയധികം സ്കില്ലുകൾ അല്ലെങ്കിൽ കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പരിധി വരെയുള്ള ഇതും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസിലൂടെ, ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സസിലൂടെ നിങ്ങൾക്ക് സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ നന്നായി അതായത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കൂടി ഒരു തീപ്പൊരി പോലെ ഇങ്ങനെ പാഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു മാറ്റം, അതിലൂടെ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ബിഹേവിയറിലായാലും, നിങ്ങളുടെ ലൈഫിലായാലും, അതുമല്ല നിങ്ങളുടെ കരിയറിലായാലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു മണിക്കൂർ സെഷനിൽ നമ്മൾ ടൈം കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയം നിങ്ങൾ ബലവത്തായി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഹലോ, താങ്ക് യു സർ. താങ്ക് യു. സോ ഈ മീറ്റിൽ നമ്മുടെ കൂടെ സജിത് ബാബു സാർ ഉണ്ട്. സാറിന് 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. എന്തായാലും ഇന്നത്തെ സെഷന് വളരെ ഭംഗിയായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് പാസ് ചെയ്തു. നല്ലൊരു കാര്യമാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ എന്തായാലും ഇത് കേട്ട ആളുകൾക്ക് അതിന്റെ ഉപകാരം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ
ഫ്യൂച്ചറിലും നമുക്ക് ഇതുപോലത്തെ കുറെ പ്രോഗ്രാമുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും നമ്മൾ വിശ്വസിക്കാം. അപ്പോൾ താങ്ക് യു ഷൈൻ, താങ്ക്സ് എ ലോട്ട് ഫോർ ദിസ് വണ്ടർഫുൾ ലെക്ചർ. ഓക്കെ, താങ്ക് യു സാർ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും അതുപോലെ തന്നെ ഞാൻ GC കോഴിക്കോട് അലുമിനി ആയതിലും അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ കിട്ടിയതും എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരെയും അതുപോലെ തന്നെ അധ്യാപികമാരെയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇല്ല. എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എനി ക്വസ്റ്റ്യൻസ്, ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷൈൻ, ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കുന്നു. ഷൈൻ. സാറ് പറഞ്ഞോളൂ സാറേ. പൊതുവെ കേട്ടുവരുന്ന ഡയലോഗാണ്, എഞ്ചിനീയറിംഗ് പഠിച്ച ആർക്കും ഇപ്പൊ ജോലിയില്ല, പഠിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ഡയലോഗിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? പണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇത്തരമൊരു സിറ്റുവേഷനിൽ എത്താൻ എന്താണ് മെയിൻ കാരണം? ഇപ്പോ ഉള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇപ്പൊ S5 അല്ലെങ്കിൽ S7 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് SIT കഴിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു ജോലി കിട്ടണമെന്നുള്ളത് ഭയങ്കര പാടായിരിക്കും. കാര്യം ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അങ്ങനെയാണ്. ഈ സിറ്റുവേഷൻ മാറും. ഈ സിറ്റുവേഷൻ മാറുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് അവരുടേതായ മേഖലയിലേക്ക് ഉയർന്നു പോകാൻ പറ്റും. പക്ഷെ ഞാൻ അതാണ് പറഞ്ഞത്, ഈ ഒരു ടൈം, അതായത് ഈ ഒരു വർഷ കാലഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവര് പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അവര് അഡീഷണൽ ആയിട്ട് അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ നോളജ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള അവര് പഠിക്കുന്ന ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അവർക്ക് നോളജ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സസ്, ഓൺലൈൻ ടൂൾസ് ഉപയോഗിച്ച് അവർ എൻഹാൻസ് ചെയ്യുന്നത് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാനും അതുപോലെ ജോലി കിട്ടാതിരിക്കാനും ഉള്ള ഒരു മേഖലയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ എന്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെന്റ് സെക്ടർ ജോലിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു ഗവൺമെന്റ് സെക്ടർ ജോലി കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ വെയിറ്റ് ചെയ്തത് ഏകദേശം ഒരു 8 വർഷത്തോളം കാലം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് പഠിച്ചു കഴിഞ്ഞ് ഒരു 8 വർഷം കാലഘട്ടം കഴിഞ്ഞിട്ട് 8 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഗവൺമെന്റ് സെക്ടറിലേക്ക് കിട്ടിയത്. അപ്പൊ അത് അതിൻ്റെതായ ടൈം എടുക്കും ഗവൺമെന്റ് സെക്ടറിൽ. അതേസമയം പ്രൈവറ്റ് സെക്ടറിൽ എപ്പോഴും ജോലി ഉറപ്പാണ്. അപ്പൊ ജോലി ഉറപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് കോളേജുകളിൽ പഠിച്ച കുട്ടികൾക്ക് ചില മേഖലകളിൽ ചില സെക്ടറുകളിൽ പോകുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കിട്ടും. അപ്പൊ ആ പ്രയോറിറ്റി അനുസരിച്ച് അവിടെ അവർ യൂട്ടിലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു M.Tech കഴിഞ്ഞ ശേഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവർ പഠിപ്പിക്കാൻ പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോഴും അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ കരിയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നിന്ന് വേറൊരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് പെട്ടെന്ന് ചാടി പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകണമെന്നില്ല. അതേസമയം നിങ്ങളൊരു പർട്ടിക്കുലർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടി, ആ എക്സ്പീരിയൻസിൽ തന്നെ കുറെ നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിൽ നിന്ന് കുറേയധികം നോളജും കുറേയധികം ഐഡിയാസ് നിങ്ങൾ പഠിച്ച് കുറേയധികം സ്കില്ല് നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് അത് രക്ഷപ്പെടാൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ, ഇപ്പോ കുട്ടികൾ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ജോലി കിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞത് 2015-ലാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് 5 വർഷത്തിനകത്ത് തന്നെ എന്റെ കൂടെ പഠിച്ച് ഫസ്റ്റ് ചാൻസ്, അതായത് ഫുൾ പാസ് ആയ എല്ലാ കുട്ടികൾക്കും അപ്പോഴേ തന്നെ ജോലി ആയിട്ടുണ്ട്. കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം കുട്ടികൾക്ക് ഒരു ഹോപ്പും ഇല്ലാതെ അവർ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണ് അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ എഫേർട്ട് ഫുള്ള് ആ മേഖലയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അവിടെ നമ്മൾ വിനിയോഗിക്കാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു കുട്ടി ഇപ്പം ഒരു
പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അയാൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അയാൾക്ക് അതിലേക്ക് കയറി പറ്റണമെന്നില്ല. അപ്പം അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും അയാൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ അങ്ങനെ പറ്റത്തുള്ളൂ. ഒരു 3 4 അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ ആ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോഴും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും മാറി മാറി പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അതേസമയം ഇനീഷ്യലി നിങ്ങൾ ഏത് മേഖല, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കയറിയതെന്ന് പറയുന്നത് അൺപെയ്ഡ് അപ്രന്റീസ് ആണ്. ബിടെക് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് കൂടുതൽ മാർക്കുണ്ടായി പാസ്സായ ഒരാള് അൺപെയ്ഡ്, അതായത് 66% മാർക്കുള്ള ഒരാള് അൺപെയ്ഡ് അപ്രന്റീസ് ആയിട്ട് ഒരു 3 4 മാസം 5 മാസത്തോളം ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ അൺപെയ്ഡ് അപ്രന്റീസ് എന്ന് പറയുന്നത് നമുക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഗെയിൻ ചെയ്യുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്റെ റെസ്യൂമിൽ കാണിച്ചിട്ട് അടുത്ത ഒരു കമ്പനിയിലേക്ക് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കയറി പോകുന്നത്. അത് ഓട്ടോമൊബൈൽ സെയിം സെക്ടർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്കത് കിട്ടിയത്. അതായത് ഇപ്പൊ ഞാൻ ഓട്ടോമൊബൈൽ സെക്ടറിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ടീച്ചിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടണമെന്നില്ല. അതേസമയം ഒരു ഫീൽഡിൽ തന്നെ നിന്നിട്ട് പോവുകയാണെങ്കിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത് ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പൊ ഞാൻ ഇനി പഠിക്കുന്നതും ഞാൻ ഫോക്കസ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് എനിക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിലേക്ക് കുട്ടികൾ ഉയർന്നു വരണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ജോലിയിലേക്ക് ആദ്യം കയറി പറ്റുകയും അതിലുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മൾ എത്താവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ അതിനുവേണ്ടിയുള്ള നോളജാണ് നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത്. പഠിക്കുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് നോളജ് അക്യൂർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ഡിസൈനർ ആകാൻ അല്ലെങ്കിൽ ഡിസൈൻ ജോബാണ് താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടി മസ്റ്റ് ടൂൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി എടുത്തിരിക്കണം ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ. എങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ട് ശോഭിക്കാൻ പറ്റും. അല്ല, ഇവരുടെ പോലെ ഒരുപാട് പ്രൂഫുകളുണ്ട്, തെളിവുകൾ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദർശന ഇതിനകത്തേക്ക് വന്നിരുന്നു. അപ്പോ നിങ്ങൾക്കറിയാം, ദർശന PhD കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന NIT ട്രിച്ചിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ 2008 ബാച്ചില് വിപിൻ എന്ന് പറഞ്ഞ നമ്മുടെ കോളേജിൽ പഠിച്ച് ബിടെക് നമ്മുടെ കോളേജിൽ, എംടെക് NIT കാലിക്കറ്റ്, അത് കഴിഞ്ഞിട്ട് IIT മദ്രാസിൽ നിന്ന് PhD കഴിഞ്ഞ് വിപിൻ ഇന്ന് വർക്ക് ചെയ്യുന്നത് IIT കാൺപൂരാണ്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും, അല്ലെങ്കിൽ നമ്മൾ എവിടെ വേണമെങ്കിലും എത്താം. ഇപ്പോഴും ഇവിടെ, അതായത് നമ്മുടെ ഇടയിലുള്ള, അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള ഡിഗ്രികളിൽ ഏറ്റവും ബെസ്റ്റ് ഡിഗ്രി ബിടെക് തന്നെയാണ്. അതിനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും, അതേപോലെ തന്നെ ഇപ്പൊ ഷൈൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താണോ നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ പ്രോപ്പർ ജോബ് ഏതാണ്, അത് നമ്മൾ ടേസ്റ്റ് എന്താണ്, അത് നമ്മൾ കണ്ടുപിടിച്ച് അതിൽ നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശോഭിക്കാൻ പറ്റും. അത് ഷുവറാണ്. ഇപ്പോൾ നാളെ IEEE ക്ലാസ് ഉണ്ട്. അതിൽ നമ്മുടെ തന്നെ സ്റ്റുഡന്റ് ഉണ്ട്, അതായത് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കംപ്ലീറ്റ്, നമ്മുടെ കോളേജിൽ നിന്ന് ബിടെക് കംപ്ലീറ്റ് ചെയ്ത് NIT വാറങ്കലിൽ നിന്ന് MTech കഴിഞ്ഞ ഹനീഫ് ഷിജാസ് ഉണ്ട്. ഷിജാസ് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും അതേപോലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഐന്താവനും ഇതിന്റെ രണ്ടിന്റെ കമ്പൈൻ പ്രോജക്റ്റിൽ PhD ആണ്. നാളെ അദ്ദേഹത്തിന്റെ ക്ലാസ് IEEE നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് എത്തുമ്പോൾ അവരവിടെ തീർച്ചയായിട്ടും ഷൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എത്തിക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എഞ്ചിനീയറിംഗ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്നോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒരു നല്ല ഡിഗ്രി അല്ല എന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് വേണ്ട. തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും നല്ല ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ്. അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ ഫലം ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലേ ഷൈൻ? അതെ സാറേ. പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സംശയിട്ട കുട്ടി എന്ന് പറയുന്നത് ഹയർ ലെവലിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ ബിടെക് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഇത് വെച്ചിട്ട് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഏതൊരു ഫീൽഡിലായാലും നിങ്ങളുടേതായ ഒരു ജോലി, അതായത് എങ്കിലും നിങ്ങൾ ബിടെക് മാത്രമേ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിയാണ് ആവശ്യമെങ്കിൽ അത് ഏത് മേഖലയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് എന്തൊക്കെയാണ് ജോബ് സ്കില്ല് വേണ്ടത്, അതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണ്ടി വരും, എന്തൊക്കെ ടൂൾസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം,
പിന്നെ മാനേജറിയൽ സ്കില്ലാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത്, പിന്നെ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊമോഷൻ എത്ര വർഷം കഴിഞ്ഞുണ്ടാവും, അതുപോലെ അവിടുത്തെ സാലറി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടാണ് നിങ്ങൾ അതിലേക്ക് എയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. പിന്നെ അപ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് അത് ആകണം ആകണം ആകണം. അപ്പൊ ഇത് തന്നെയാണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ജോലി, ഇപ്പൊ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10, 20, 30 പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്ന് എഴുതുമ്പോഴും നമ്മൾ റാങ്ക് ലിസ്റ്റ് വരും. പിന്നെ അത് ഇപ്പൊ 1-2 വേക്കൻസി ആണെങ്കിൽ ഒരു പക്ഷെ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും നിരന്തരം ഇങ്ങനെ ട്രൈ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആ ഒരു ഇതിലേക്ക് കിട്ടത്തുള്ളൂ. അത് ഗവൺമെന്റ് സെക്ടർ ആയതുകൊണ്ടാണ്. അതേസമയം പ്രൈവറ്റിൽ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മേഖലയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ സ്കില്ലുമായിട്ട് നമ്മൾ ഒത്തുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്പം തന്നെ കിട്ടും. പഠിച്ചിറങ്ങിയാൽ തന്നെ കിട്ടുന്ന ജോലികൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് ഇയറിലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇനി 3 വർഷ കാലാവധിയുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ 3 വർഷത്തിനുള്ളിൽ അയാൾക്ക് കിട്ടാവുന്ന നോളജ് അയാൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അയാളുടെ മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസ് അയാൾക്ക് മനസ്സിലാക്കാനുള്ള 3 വർഷ കാലാവധി ഉണ്ട്. അപ്പൊ അത് തന്നെ വലിയൊരു നേട്ടമാണ്. ആ കുട്ടീനെ കുറിച്ച് ഇപ്പോഴേ ആ കുട്ടി അതിനോടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് ആ കുട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ അവസരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഒരു പക്ഷെ ആ കുട്ടിയുടെ. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പോഴേ ആ കുട്ടിക്ക് ഏത് മേഖലയാണ് വേണ്ടത്, അതിന് എന്തൊക്കെ സ്കില്ല് വേണം, എവിടെയൊക്കെയാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ മാസത്തിലാണ് അത് വിളിക്കുന്നത്, ഇനി നമ്മളൊരു ബയോഡേറ്റ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ അയാൾ ഈ 3 കൊല്ലം കൊണ്ട് അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോഴ്സുകൾ അഡീഷണൽ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ തന്നെ ഏതായിരിക്കും കൂടുതൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവബോധം തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു സിറ്റുവേഷൻ. സോ ഇന്ന് ആക്ടിഗോ മീറ്റർ അലുമിനിയുടെ 14 സെഷൻ ആയിരുന്നു. ഈ സെഷനിൽ നമ്മുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത് 2001 to 5 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചില് നമ്മുടെ പാസ് ഔട്ടായ ഷൈൻ സാറാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളതിനെ കുറിച്ചും സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആൻഡ് അതിനുവേണ്ടി നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയെല്ലാം മൗൾഡ് ചെയ്യണം എന്നും സർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സോ ഇത്ര നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത ഷൈൻ സാറിനും അതുപോലെ തന്നെ ഇനി മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും ആപ്റ്റിക്കോയുടെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു.